അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയതായി പ്രഖ്യാപിച്ച വ്യാപാര താരിഫുകളും ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരായി നടത്തിയ രാഷ്ട്രീയ ആരോപണങ്ങളും മൂലം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് നടക്കുകയാണ്. ഡോ ജോൺസ് 1.10 അതായത് 430 പോയിന്റ് ഇടിഞ്ഞു കഴിഞ്ഞു. S&P 1.2ഉം നാസ്ഡാക്ക് 1.5% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ആദ്യം തന്നെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാം. ഒന്ന്, US-ലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും മുകളിൽ 10%-ഓളം അടിസ്ഥാന തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുകളിലുള്ള ഇറക്കുമതിക്ക് മുകളിൽ 245%-ഓളം തീരുവ. അതോടൊപ്പം തന്നെ ചൈന ഏതെങ്കിലും രീതിയിലുള്ള റിട്ടാലിയേറ്റ് ആക്ഷൻ നടത്തുകയാണെങ്കിൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക വാർണിംഗ് നൽകുകയും ചെയ്തു. അതോടൊപ്പം മറ്റൊരു പ്രധാന ക്രൈസിസായി വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ ജെറോം പവൽ വൈകിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെന്ന് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യ ആക്രമണം നടത്തി. അതായത് സെൻട്രൽ ബാങ്കിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായത്. ഇൻഡിസസിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ടെക്നോളജിക് സ്റ്റോക്കുകൾ ടെക് ഇൻഡിസസ് 1.8%, ഇൻഡസ്ട്രി 1.4%, കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് 1.3%, ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ 0.9% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ടെസ്ല 5.5% ഇടിഞ്ഞു. മെറ്റ 2.4%, ഇൻവീഡിയ 3%, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ തുടങ്ങിയ സ്റ്റോക്കുകൾ 2%-ലേറെയും ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ജെറോം പവൽ ഒരു പരസ്യ പ്രതികരണം നടത്തുകയാണെങ്കിൽ ഇത് മാർക്കറ്റിനെ അസ്ഥിരപ്പെടുത്താൻ കാരണമായേക്കും. രണ്ടാമത്തേത്, 245% താരിഫിനെതിരെ ചൈന പ്രതികരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൈനയുടെ സൈഡിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള പ്രതികാര നടപടികൾ വരികയാണെങ്കിൽ ഇതും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷൻ വോളറ്റൈൽ ആകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ചൈന, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വില കുറഞ്ഞ സ്റ്റീലുകൾ ആഭ്യന്തര സ്റ്റീൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സ്റ്റീൽ ഇമ്പോർട്ടിന് മുകളിൽ 12%-ഓളം സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 21 മുതൽ 200 ദിവസത്തേക്കാണ് 12%-ഓളം സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റീൽ സെക്ടറിലെ സ്റ്റോക്കുകളെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്. മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ലിമിറ്റഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 67% വർദ്ധിച്ച് 7.86 കോടിയിൽ നിന്നും 13.12 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ റവന്യൂ 1183 കോടിയിൽ നിന്നും 1293 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതേസമയം എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 30%-ഓളം ഇടിവാണ് വന്നത്. കൂടാതെ കമ്പനിയുടെ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ 4530 കോടിയിൽ നിന്നും 5013 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി ലോജിസ്റ്റിക് കോൺട്രാക്റ്റുകളിലും കമ്പനിക്ക് ശക്തമായ വളർച്ച കൈവന്നിട്ടുണ്ട്. 8%-ഓളം വളർച്ചയാണ് കൈവന്നിരിക്കുന്നത്. റവന്യൂ 11%-ഓളം ഉയരുകയും ചെയ്തു. B2B സെക്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ക്വാർട്ടർ 1 ഫാർമ കൂടാതെ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്നിവയുടെ പശ്ചാത്തലത്തിലും പുതിയ ക്ലയൻറ്റുകളുടെ എണ്ണം വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 1 കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ് മാനേജ്മെൻറ്റിനുള്ളത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ നാളെ മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം.